നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങിയത്. എല്ലാ മനസ്സുകളിലും വന്ദേമാതരം മുഴങ്ങുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പുത്തൻ പ്രതീക്ഷകളുമായി നാം മുന്നേറുകയാണ്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള യാത്രയിലാണ് നാം. ആ യാത്ര സഫലമാകും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. വികസിത ഭാരതം 2047 ഇനിയും ഏറെ ലക്ഷ്യങ്ങളുണ്ട്. വലിയ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 80ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തിയത്. വന്ദേമാതരം ആലാപനമുണ്ടായില്ല. തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നുള്ള പുഷ്പവൃഷ്ടിയും നടന്നു. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിച്ചു. സംസ്ഥാനത്ത് 14 ജില്ലകളിലും സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പങ്കെടുത്തു. സർക്കാർ പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം ആലാപനം ഉണ്ടായില്ല. പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. ദിനാഘോഷ ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA ദേശീയ പതാക ഉയർത്തി. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. നാടെങ്ങും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷം കൊണ്ടാടി. രാവിലെ താലൂക്ക് ആസ്ഥാനത്ത് മുഹമ്മദ് മുഹസിൻ MLA ദേശീയ പതാക ഉയർത്തി. Party National Salute! Salute! Ganga Uchala Jalati Taranga Tava Shubha Name Jage Tava Shubha Ashisha Mage Jaya Rana Mangala Nayaka Jaya He Bharata Bhakti Vidara Jaya He തുടർന്ന് സ്വാതന്ത്ര്യ സന്ദേശവും കൈമാറി. 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന് ദാനമായി കിട്ടിയതല്ല. നിരവധി ആളുകളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒരുപാട് രക്തസാക്ഷികൾ, ഒരുപാട് ആളുകൾ ജയിലിൽ കടന്നിട്ടുണ്ട്. നിരവധി ആളുകൾ അതിൻ്റെ ഭാഗമായി അവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അനേകമായിരം ആളുകളുടെ ആ ത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ പോരാട്ടം നടത്തുമ്പോൾ അവർ വിഭാവനം ചെയ്ത ഭാരതം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ രാജ്യമാണ്. അത് ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങൾ, ഭാഷയുടെ വൈവിധ്യങ്ങൾ, അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹാസങ്കല്പത്തിലുള്ള ഒരു ഭാരതമാണ്. ആ ഭാരതം ഇന്നും നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. പലതരത്തിലുള്ള ഭിന്നിപ്പുകളും ശ്രമങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുമ്പോഴും അതിലൊന്നുമില്ലാതെ എല്ലാ ഭാരതീയനെയും ഒന്നായി ഉൾക്കൊണ്ടുകൊണ്ട്, വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, തഹസിൽദാർ സുജിത്ത്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പട്ടാമ്പി നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തിലും സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു.
പട്ടാമ്പി നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ജീവത്യാഗം ചെയ്ത നിരവധി ധീരദേശാഭിമാനികളുടെ പാവന സ്മരണത്തിന് ആദരാഞ്ജലികൾ കൂടി അർപ്പിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകൾ ബ്രിട്ടീഷ് കോളനിയായിരുന്നു നമ്മുടെ രാജ്യത്ത്. നിരന്തരമായ സമരത്തിലൂടെ പോരാട്ടത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നതാണ്. വിവിധ മതങ്ങൾ, വിവിധ ആചാരങ്ങൾ, വിവിധ ആശയങ്ങൾ, വിവിധ രാഷ്ട്രീയ ചിന്തകൾ, ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, മറ്റ് കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് A.P. രാമദാസ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. 50ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ആ അടിമത്തത്തിൽ നിന്ന് നമ്മൾക്ക് മോചനം കിട്ടിയ ചരിത്രമൊക്കെ എല്ലാവരും നമ്മൾ സ്കൂളുകളിലും അതേപോലെ ഇതേവരെയുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ഏറ്റവും പ്രധാനമായും എടുത്തത് ഒരു ആദർശം എന്നുള്ളത് രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന, നമ്മൾ നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിച്ച് പലതരത്തിലുള്ള ഭാഷ സംസാരിക്കുന്നവരുണ്ട്, പല വേഷങ്ങളുണ്ട്, പലതരത്തിലുള്ള ഭക്ഷണശീലങ്ങളുള്ളവരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ എല്ലാവരെയും ഒന്നിച്ച് ഇന്ത്യക്കാർ എന്നുള്ള ആ ഒരു വികാരം ജ്വലിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. കൂറ്റനാട് കൂട്ടുപാത കൊഴിക്കാട്ടിരി പാലത്തിന് സമീപം വിവാഹ സംഘം സഞ്ചരിച്ച ആഡംബരക്കാർ 10 അടിയിലേറെ താഴ്ചയിൽ പാടത്തേക്ക് മറിഞ്ഞ് അപകടം. ശനിയാഴ്ച രാവിലെ 11ഓടെയായിരുന്നു സംഭവം. കൂട്ടുപാത ഭാഗത്തു നിന്നും ആറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന BMW കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൊഴിക്കാട്ടിരി പാലം കഴിഞ്ഞയുടനെ നിയന്ത്രണം നഷ്ടമായി റോഡിൽ നിന്നും തെന്നിമാറിയ കാർ റോഡരികിലെ കരിമ്പനയിൽ തട്ടി 10 അടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് പതിക്കുകയായിരുന്നു. ഇരുമ്പകശ്ശേരി ഭാഗത്തെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകട വിവരമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ പാടത്തിറങ്ങി കാറിൽ ഉണ്ടായിരുന്നവരെ പുറത്തിറക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. രാജ്യസഭയിൽ ഉയർന്നുവന്ന ലുങ്കിവാല പ്രയോഗത്തിന് മറുപടിയായി തൃത്താല ഗ്രാമപഞ്ചായത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ലുങ്കിയുടുത്ത് ദേശീയ പതാക ഉയർത്തി VT ബൽറാം MLA. വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം, വിവേചനങ്ങൾക്കും വേർതിരിവുകൾക്കും എതിരായ പോരാട്ടം, സാംസ്കാരിക തനിമ സംരക്ഷിക്കാനുള്ള അവകാശം എന്നിവയെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ പലതരം അടരുകളാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VT ബൽറാം ഓർമ്മിപ്പിച്ചു. ഇത്തരം അവകാശങ്ങൾ സംരക്ഷിക്കാനായി പോരാടേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് K. സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ P. ദിവ്യ, സ്ഥിരം സമിതി അധ്യക്ഷരായ പത്തിൽ അലി, അനീസ് മാട്ടായ, പ്രിയ പ്രമോദ് എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ ഷബ്ന നിഷാദ്, ഫാത്തിമ നാസർ, പ്രീത ഉണ്ണികൃഷ്ണൻ, P. ദയാനന്ദൻ, പ്ലാൻ കോർഡിനേറ്റർ PV മുഹമ്മദ് അലി, PM മോഹൻദാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. മതത്തിന്റെ പേരിൽ വേർതിരിക്കപ്പെടുകയാണ്. ജാതി പീഡനങ്ങൾ ഇന്ന് വലിയ രീതിയിൽ ആസുരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് ദൗർഭാഗ്യവശാൽ ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോയതാണ് ഇതിന്റെയൊക്കെ പുറകിലെ കാരണം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത ആളുകളുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം ചെന്നെത്തിയപ്പോഴാണ് ഈ അപജയം ഈ നിലയിൽ രാജ്യത്തിൽ അനുഭവേദ്യമായി തുടങ്ങിയത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഭാഗീയ ശക്തികൾക്കെതിരെ, വർഗീയത വളർത്തി ഇന്ത്യയെ, ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും ഊട്ടിയുറപ്പിക്കുന്ന വേളകൾ കൂടിയായി ഈ സ്വാതന്ത്ര്യദിനാഘോഷ വേളകളെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. റോഡ് നവീകരണത്തിലെ അനാസ്ഥയെ തുടർന്ന് കൂറ്റനാട് ചാലിശ്ശേരി റോഡിൽ വീണ്ടും ഇരുചക്രവാഹന അപകടം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കലുങ്കിനരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക് ബൈക്ക് മറിഞ്ഞ് കൂറ്റനാട് മല കക്കാട്ടിരി സ്വദേശി സുധിക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി ഭാഗത്തു നിന്നും കൂറ്റനാട്ടേക്ക് വരികയായിരുന്ന സുധി സഞ്ചരിച്ചിരുന്ന ബൈക്ക് കലുങ്കിനോട് ചേർന്നുള്ള കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു.
കലുങ്ക് നിർമ്മാണം പൂർത്തിയായിട്ടും ഇതിനരികിലെ വലിയ കുഴി മണ്ണിട്ട് നികത്താൻ കരാറുകാരോ അധികൃതരോ തയ്യാറാകാതിരുന്നതാണ് അപകടത്തിന് കാരണമായത്. എന്നാൽ അപകടം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ അധികൃതരെത്തി പ്രദേശത്തെ കുഴി മണ്ണിട്ട് മൂടി. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ സമീപത്ത് ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു യുവാവ് നിലവിൽ ചികിത്സയിലാണ്. റോഡ് പണികളിലെ ഇത്തരം അശ്രദ്ധ പ്രദേശത്ത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ചാലിശ്ശേരി മിനി സിവിൽ സ്റ്റേഷനിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി പതാക ഉയർത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പതാക ഉയർത്തിയ ശേഷം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിജി സാബു, പഞ്ചായത്ത് അംഗങ്ങളായ A വിജയൻ, സജീഷ് കളത്തിൽ, VR പ്രകാശ്, സുലൈഖ സുലൈമാൻ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, കൃഷി ഓഫീസർ C സൂര്യ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M ബാലകൃഷ്ണൻ, ചാലിശ്ശേരി വില്ലേജ് ഓഫീസർ K രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരും പങ്കെടുത്തു. എല്ലാവർക്കും മധുരവും വിതരണം ചെയ്തു. പട്ടാമ്പിയിൽ സ്വാതന്ത്ര്യദിനത്തിൽ BJPയുടെ നേതൃത്വത്തിൽ തിരങ്ക റാലി സംഘടിപ്പിച്ചു. കൽപ്പകയിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത്. BJP പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ തിരങ്ക റാലി നടത്തിയത്. കൽപ്പകയിൽ നിന്നും തുടങ്ങിയ റാലി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. സമാപന യോഗം മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പല പ്രതിസന്ധികളും നമ്മളെല്ലാവരും നേരിട്ടിട്ടുണ്ട്, നമ്മളെ പൂർവികന്മാരും നേരിട്ടിട്ടുണ്ട്. അതിനു മുന്നേയും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയുമാണ് നമ്മളിന്ന് ഈ സ്വാതന്ത്ര്യം നേടി. നമ്മളെല്ലാവരും ഇന്ന് ഈ പുണ്യഭൂമിയിൽ അതീവ സന്തോഷത്തോടു കൂടി ജാതി മത ഭേദമന്യേ എല്ലാവരും സമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കുന്നത്. കഴിഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഭാരതം ദാരിദ്ര്യ മുക്തി നേടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് നമ്മളെ രാജ്യം വികസന കുതിപ്പിൽ ഒരുപാട് നേട്ടങ്ങൾ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നമുക്ക് മുന്നേറാനുണ്ട്. ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 2047 ആകുമ്പോഴേക്കും ഈ രാജ്യം എല്ലാ മേഖലയിലും സമ്പൽ സമൃദ്ധിയുടെ രാജ്യമായി മാറണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഷിജു അണ്ടലാടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഗോപി പൂവക്കോട്, ജയശങ്കർ, സുമ സത്യൻ, രേഖ, ശ്രീജേഷ്, ബിജു, RC ബാബു, രാജു വള്ളൂർ, പ്രമോദ്, അനിൽ മുതുതല, കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. തളിവിരുട്ടാണം സിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ PV വാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ക്യാപ്റ്റൻ VKS അടികൾ പതാക ഉയർത്തി. മുതിർന്ന ക്ലബ് അംഗങ്ങളായ VP ശിവകുമാർ, PM സോമൻ, വിനോദ് MS, ദിവാകരൻ PM, നാസർ PV, പ്രസന്നൻ അടികൾ എന്നിവർ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. നിരവധി നാട്ടുകാർ പങ്കെടുത്ത ചടങ്ങിൽ എല്ലാവർക്കും പായസ വിതരണവും നടത്തി. വാർഡ് മെമ്പർ PV ബാപ്പുട്ടിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പെരിങ്ങോട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ചടങ്ങ് ഭക്തിനിർഭരമായ പരിപാടികളോടെ നടന്നു. ക്ഷേത്ര മേൽശാന്തി ഹരികൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മരുന്നുകഞ്ഞി വിതരണവും നടന്നു. കർക്കടക മാസം മുഴുവനും രാമായണം പാരായണം ചെയ്ത കരുമത്തിൽ സേതുമാധവൻ നായർ, അഞ്ജലി സുനീഷ്, കരുമത്തിൽ ശാരദ എന്നിവരെ ആദരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം സെക്രട്ടറി സുധീർ KB അധ്യക്ഷനായി. ക്ഷേത്രം തന്ത്രി തത്താണത്ത് മനയിൽ നാരായണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പാലക്കിഴി കൃഷ്ണകുമാർ സ്വാഗതവും കൃഷ്ണകുമാർ K നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.